എലപ്പുള്ളിയിൽ മദ്യ പ്ലാന്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയതിൽ വിശദീകരണവുമായി മദ്യനിർമ്മാണ കമ്പനി ഒയാസിസ്. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് കമ്പനി. ജലത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും പ്ലാന്റ് പ്രവർത്തിക്കാനുള്ള വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്നും ശേഖരിക്കും എന്നുമാണ് വിശദീകരണം. ഇതിനായി 5 ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി സ്ഥാപിക്കുമെന്നും കമ്പനി അറിയിച്ചു. 1200 പ്രദേശവാസികൾക്ക് കമ്പനിയിൽ ജോലി നൽകുമെന്ന വാഗ്ദാനവും ഒയാസിസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, സർക്കാർ നൽകിയ വിശദീകരണത്തിനും അപ്പുറം ഒയാസിസ് കമ്പനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഈ വിശദീകരണങ്ങളിൽ അവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണം എന്താണ്? ലക്ഷ്മി, ഇത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. അത് ആവർത്തിക്കുക മാത്രമാണ് ഒയാസിസ് കമ്പനി ചെയ്തിട്ടുള്ളത്. അതായത് ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് വെള്ളം സംഭരിച്ചതിന് ശേഷമായിരിക്കും ഈ പദ്ധതിയിലേക്ക് ആവശ്യമായ ഏറെക്കുറെ ഭൂരിഭാഗം വെള്ളവും ഇതിലേക്ക് എടുക്കുക. പിന്നീട് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ജലം കൂടി ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ്. പക്ഷേ വാട്ടർ അതോറിറ്റിയിൽ ഉള്ള ജലം നേരത്തെ അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നിലവിൽ അത് സംബന്ധിച്ചുള്ള അനുമതികളൊന്നും ആയിട്ടില്ല എന്നുള്ളത്. കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നായിരിക്കും ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും കമ്പനി നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എടുക്കും എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾക്ക് 1200ഓളം പേർക്ക് ജോലി നൽകും. അതോടൊപ്പം തന്നെ 6 കോടി രൂപ ഈ മഴവെള്ള സംഭരണി നിർമ്മിക്കാൻ എടുക്കും. ഏറ്റവും ആദ്യം മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കടക്കുക എന്നുള്ളതാണ്. ഇത് കമ്പനി നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളും അതോടൊപ്പം തന്നെ എതിർപ്പുകളും ആളുകളെ ബോധ്യപ്പെടുത്തുക. ഞങ്ങൾ ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. എലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭൂഗർഭജലം ഉപയോഗിക്കുമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി നേരത്തെ തന്നെ സർക്കാർ ഇത് വിശദീകരിച്ചതാണ്. അത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കൂടി വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ലക്ഷ്മി ചോദിച്ചതുപോലെ അവിടെ സമരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് എതിർപ്പുകൾക്കോ ഒന്നും നിലവിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇന്നലെയും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കലക്ട്രേറ്റിലേക്കാണ് വെൽഫെയർ പാർട്ടിയുടെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനകൾ സമരവുമായി രംഗത്ത് വരും. KCBC ഉൾപ്പെടെയുള്ള സംഘടനകൾ കൂടി ഈ സമര രംഗത്തേക്ക് അല്ലെങ്കിൽ എതിർപ്പുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വിശദീകരണം വിശ്വാസത്തിലെടുത്തുകൊണ്ട് പൂർണ്ണമായും ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ആളുകൾ പിന്മാറും എന്ന് നമുക്ക് കരുതാൻ വയ്യ. ഈ 25-ാം തീയതി രമേശ് ചെന്നിത്തല പദ്ധതി സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. നേരത്തെ 2 വർഷം മുമ്പ് 2018 ഇത്തരത്തിൽ കഞ്ചിക്കോട് മേഖലയിൽ 2 ബ്രൂവറികൾക്ക് അനുമതി നൽകിയ സമയത്തും അന്നും രമേശ് ചെന്നിത്തലയായിരുന്നു ഏറ്റവും ശക്തമായി ഇതിനെ എതിർക്കുകയും ആ പദ്ധതി സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ആ പദ്ധതിയിൽ നിന്ന് തന്നെ സർക്കാരിന് പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും 25-ാം തീയതി രമേശ് ചെന്നിത്തല അവിടെ സന്ദർശിക്കുന്നു. കോൺഗ്രസ് ശക്തമായി എതിർപ്പ് ഉന്നയിച്ച് തന്നെയാണ് രംഗത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒയാസിസ് കമ്പനിയുടെ ഒരു വിശദീകരണം എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ അനുനയങ്ങൾക്ക് സാധ്യത കുറവാണ് എന്നതാണ് നമ്മൾ കരുതുന്നത്. എലപ്പുള്ളി പ്രതിഷേധ ഭൂമിയായി മാറുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.